14.6 കറക്റ്റ് ആട്ടോ മൈലേജ്. 14.68 കിട്ടിയ മൈലേജ്. നമ്മുടെ വണ്ടി ഇപ്പൊ യാർഡിൽ നിന്ന് വന്നേ ഉള്ളൂ കേട്ടോ. അപ്പോ നമ്മള് ഇതാണ് ജിമ്നി എടുത്തുള്ള ഒരു കുഴപ്പം. കണ്ട വഴിയും കാട്ടിലൂടെയൊക്കെ പോകാൻ തോന്നും. വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പൊ വണ്ടി എടുത്തൊക്കെ നിങ്ങൾ കണ്ടു. അങ്ങനെ വണ്ടി എടുക്കാൻ വന്ന ജേണി ഞങ്ങളുടെ സ്റ്റാർട്ട് ആവണത് നമ്മുടെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഞാനുണ്ട്, ബാബുവേട്ടനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ട്രെയിൻ കയറി ഞങ്ങൾ വണ്ടി എടുക്കാൻ വന്നതാണ്. ഇവിടെ നിന്നാണ് വണ്ടി കിട്ടിയ കാര്യം. നമ്മൾ 2023 വണ്ടി നോക്കിയപ്പോഴത്തേക്കും കേരളത്തിൽ എവിടെ ഉണ്ടായില്ല. അതാണ് കുറച്ച് വിലക്കുറവിന് ഇട്ടത്. അപ്പോൾ അങ്ങനെ വന്ന് നോക്കിയപ്പോൾ നമുക്ക് ചെന്നൈയിൽ വണ്ടി കിട്ടി. അങ്ങനെ നമ്മൾ ചെന്നൈയിലെത്തി. ഇവിടെ നിന്നാണ് വണ്ടി എടുക്കാൻ പോണത്. അപ്പോൾ യാത്ര തുടങ്ങാം. നമ്മൾ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. ഇത് വൺ ഓഫ് ദ എൻഡ് ആണ് നമ്മുടെ റെയിൽവേയുടെ. അതായത് ഇതിൻ്റെ അറ്റത്തെ ഫുൾ ക്ലോസ്ഡ് ആട്ടോ. ട്രെയിൻ പോയി നിൽക്കുന്ന സ്ഥലം ഫുൾ ക്ലോസ്ഡ് ആണ്. അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് നടന്നുകൊണ്ടിരിക്കുന്നു. പുറത്തുപോയിട്ട് സമോസ എന്താ അല്ല എന്താ മസാല ദോശ. ഒരു ചിരിയുണ്ട്, അതാണ് നമ്മളെ സ്ഥലത്തിൽ കളയുന്നത്. മസാല ദോശയും ചായയും കുടിക്കണമെന്നാണ്. അപ്പോൾ പോവാൻ, പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെന്നൈ സ്റ്റേഷൻ കേട്ടോ. ഫുള്ളി കവേർഡ്. അമ്പോ, ഇത് ഫുൾ കവേർഡാണല്ലോ. ഇനി ബോംബെ സ്റ്റേഷൻ ഇങ്ങനെ തന്നെയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ട അറ്റം നോക്കിയാൽ ഫുൾ സ്റ്റോപ്പാണ്. ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങണത് ആദ്യം കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ എൻഡ് കേട്ടോ. ട്രെയിൻ വന്ന് നിൽക്കുന്ന സ്ഥലം കണ്ടോ. ദിസ് ഈസ് ദ എൻഡ്, ദിസ് ഈസ് ദ റെയിൽവേ സ്റ്റേഷൻ. അയ്യോ ബാബു കേട്ടോ, കളഞ്ഞു പോലുണ്ട് ഇത്രയും വലിയ റെയിൽവേ സ്റ്റേഷനിൽ. തമിഴ് പോലും എനിക്കറിയില്ല പറയാൻ. ഇതെന്താ പുതിയ തരം ഫാനാണല്ലോ. തലകുത്തിയത് ഹെലികോപ്റ്ററാ. അപ്പൊ കാറ്റെങ്ങോടാ? കൊള്ളാം. രാവിലെ തന്നെ ഞങ്ങൾ വന്ന് കഴിക്കുന്നത് മെതുവട, പിന്നെ മസാല ദോശ, കാപ്പി. ഇതാട്ടോ A-B. ബാബുവിൻ്റെ ഫേവറേറ്റ് സ്ഥലമെന്ന് പറഞ്ഞാൽ. ചെന്നൈയിൽ പഠിച്ചു വളർന്ന ഒരാളാണ് അല്ലേ, ജീവിച്ച ഒരാളാണ്, തിന്ന് വളർന്ന ഒരാളാണ്. അപ്പോൾ A-Bയിൽ വന്നേക്കണാണ് ചേട്ടാ. എന്താ അവസ്ഥയല്ലേ. അതെന്താ പൊങ്കലിന് വെച്ചാൽ എന്താ നമ്മുടെ ഉപ്പാവല്ലേ. അങ്ങനെ ബാബുവേട്ടൻ ഹിന്ദിയിൽ തെറി പറഞ്ഞ്, അല്ല മലയാളത്തിൽ തെറി പറഞ്ഞ് മിക്സ് ചെയ്ത് പറഞ്ഞിട്ട് ഇത് ആൾക്കാരുടെ നിന്ന് വട എടുത്തിട്ടുണ്ട്. ഇത് കിട്ടാൻ അരമണിക്കൂർ എടുത്തിട്ടോ. അവസ്ഥ ആലോചിക്കണം. നല്ലതൊരു A-B. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പ്രീപെയ്ഡ് ഓട്ടോ ആണ് എടുത്തത്. നമുക്ക് ഞങ്ങളുടെ അങ്ങോട്ടേക്ക് എത്ര 8 കിലോമീറ്റർ 183 രൂപയാണ് നമ്മുടെ റേറ്റ്. നെക്സ ഷോറൂം മാരുതി. ഡയറക്റ്റ് വണ്ടി എടുത്ത് ഇവിടുന്ന് തന്നെ ഡെലിവറി എടുത്താണ് ഞങ്ങൾ എറണാകുളത്തേക്ക് വന്നത്. ഇന്ന് തന്നെ ഇറങ്ങും. ഇന്നിപ്പോൾ സമയം 11 മണിയായി. 11 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോകുന്നു. അതായത് പുതുച്ചേരി റൂട്ടാണ്. പുതുച്ചേരി റൂട്ട് തിണ്ടിവനം. ഞങ്ങൾക്ക് 600 കിലോമീറ്റർ ഉണ്ട് എറണാകുളത്തേക്ക്. മൊത്തം 600 അല്ല 687. പാലക്കാട് 600 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ പോവാം. ഓട്ടോ യാത്ര. നല്ല ചൂടാട്ടോ. 37 ഡിഗ്രി വരെ നമുക്ക് കയ്യൊക്കെ പൊള്ളുന്നുണ്ട്. പക്ഷെ വെയിലില്ല. കയ്യൊക്കെ നല്ല രീതിയിൽ പൊള്ളുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ പമ്പി കയറിയിട്ടോ. ഇവിടെ ഞാൻ വിചാരിച്ചത് 2 സ്ട്രോക്ക് വണ്ടിയാണ്. പക്ഷേ 2 സ്ട്രോക്ക് അല്ല, എല്ലാം LPG ഗ്യാസിൽ ഓടണം കേട്ടോ. LPG അതായത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസുകളിൽ ഓടുന്ന വണ്ടികളാണിത് മൊത്തം. CNG ഉണ്ട്, അതുകൂടാണ്ട് LPG ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതാണ് ഇവിടുത്തെ എനിക്ക് തോന്നുന്ന മെയിൻ ഒരു കാര്യം. LPG ഓട്ടോസ് മിക്കതും ഇവിടെ LPGയിലാണ് ഓടണത്. അപ്പോൾ അത് ആ ചേട്ടൻ മേടിക്കുന്നത്. ലിറ്റർ കണക്കാണ് 59 രൂപ. എவ்வளோ മൈലേജ്? 20 കിലോമീറ്റർ 20 കിലോമീറ്ററാണ് മൈലേജ് പെർ ലിറ്റർ. ഇത് റോഡുകളൊക്കെ ഭയങ്കര വലുതാട്ടോ. നമ്മളെ കേരളം പോലെയല്ല, ഭയങ്കര വലിയ വലിയ റോഡുകൾ. ട്രാഫിക്കും അതുപോലെ ഉണ്ട്, ഭയങ്കര കൂടുതലാണ്. പക്ഷേ ഇവിടെ മിററൊന്നും ഒരു വണ്ടിക്കും അങ്ങനെ ആവശ്യമായിട്ട് തോന്നിയില്ല. പ്രത്യേകിച്ച് ബൈക്കിന്. ബാക്കിയിരിക്കണവർ ഹെൽമെറ്റൊക്കെ ഇടുന്നുണ്ട്, പക്ഷേ സൈഡിൽ കൂടെ പറന്നൊക്കെ പോകണം. വലിയ ഏതോ ടൗണിൽ വന്ന പോലെ ഉണ്ട്, വലിയ ഏതൊരു സിറ്റിയിൽ വന്ന പോലെ ഉണ്ട് ചെന്നൈയിൽ. ചെന്നൈ
ട്രിപ്പ് വിത്ത് ബാബുവേട്ടൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോർ കേട്ടോ. അതല്ല വണ്ടി, നമ്മുടെ വണ്ടി അകത്താട്ടോ കിടക്കണം. നമുക്കപ്പോൾ അകത്തേക്ക് കയറി നോക്കാം എന്താന്ന്. അങ്ങനെ നമ്മൾ വണ്ടി എടുക്കാൻ എത്തി. മറ്റേ KSRTC അലുമിനിയം പ്ലേറ്റ് വേണ്ട, അതിപ്പോൾ കാണിക്കില്ല. അപ്പോൾ ഇന്നലെ വരെ നല്ല ടെൻഷൻ ഉണ്ടായി, പക്ഷേ ട്രെയിനിൽ കയറിയപ്പോൾ ടെൻഷൻ മാറി. ഇവിടെ വരെ എത്തിയപ്പോൾ ടെൻഷൻ ഇല്ല, പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇപ്പോൾ നല്ല ടെൻഷൻ ഉണ്ട്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഇതാ ബലേനോ അല്ലെങ്കിൽ സിയാസിന്റെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം കേട്ടോ. നമ്മുടെ വണ്ടി ഇപ്പോൾ യാർഡിൽ നിന്ന് വന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടി, അവർ കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഡെലിവറി ഒക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന കളറ്. ഇതാണ് നമ്മുടെ വണ്ടി, നമ്മുടെ ആൽഫ വേരിയൻറ്റ് മാനുവൽ വിത്ത് ബ്ലാക്ക് ടോപ്പും കാര്യങ്ങളും. ഇതവരുടെ പറയുക യാർഡിൽ കിടന്നാണ്. 2023 മോഡലാണ്. അപ്പോൾ അതിന് കുറച്ച് വാഷൊക്കെ ചെയ്ത് കുറച്ച് ഡീറ്റെയിൽ ഒക്കെ ചെയ്തിട്ട് അവർ നമുക്ക് ഡെലിവറി എടുത്തിട്ട് നമ്മളിവിടെ നിന്ന് പോകും. ഒന്നും കൂടെ അതാണ് വേണ്ടത് നമുക്ക്. അപ്പോൾ ഇത് ഓൾറെഡി ഉണ്ടല്ലോ ഇതിന്. അപ്പോൾ അതുള്ളതാണല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ആക്സറി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ തന്നെ കുറേ നമ്മുടെ KSRTCയുടെ എന്താണ് ഫ്ലോർ പോലെ ഇരിക്കുന്ന ഒരു സാധനം. അപ്പോൾ അതിന് നാട്ടിൽ പോയിട്ട് ചെയ്യാം. മഡ് ഫ്ലാപ്പ് ഓൾറെഡി ഉണ്ട്. മഡ് ഫ്ലാപ്പും ഉണ്ടല്ലോ ഇതിൽ. ബേസിക്സ് ചെയ്തിട്ടുണ്ട്. ഇല്ല, ബേസിക്സ് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് ഉണ്ടാവില്ല. അപ്പം മിണ്ടണ്ട, ഒത്ത കോള് മതി. ഇപ്പം മിണ്ടണ്ട, ഇവിടെ കിട്ടിയ സാധനമൊക്കെ എടുത്തിട്ട് പോവുക. അപ്പോൾ ഇതിൽ സൈഡിലേക്കുള്ള സാധനങ്ങൾ മാത്രം സെറ്റ് ചെയ്യാൻ മതി. അപ്പോൾ അവർ ക്ലീൻ ചെയ്ത് വൃത്തിയാകട്ടെ, എന്നിട്ട് നമുക്ക് ചെറിയ ഡെലിവറി ഒക്കെ എടുക്കാം. അപ്പോൾ ഇതാണ് ശരിക്കുള്ള ഡെലിവറി. നമ്മൾ ചെന്നൈ വന്ന് ഞാനും ബാബുവേട്ടനും ട്രെയിൻ കയറി വന്നിട്ട് ഫോട്ടോ പിടിച്ച്. അതെ, എൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല, പക്ഷേ ഇപ്പോൾ ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു. അവിടെ വണ്ടി നേരിട്ട് കണ്ടപ്പോഴത്തേക്കും എൻ്റെ സൗണ്ടൊക്കെ അടിക്കും. സൂക്ഷിക്കണം. എൻ്റെ ഫസ്റ്റ് വണ്ടിയാണ് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളത്. അതായത് ABS, എയർ ബാഗ്. കാര്യം പ്രിയോ നിങ്ങൾക്ക് അറിയാലോ, പ്രിയോ ഞാൻ പണിത് അടിപൊളിയാക്കി. ഇത്തരത്തിലോടൊരു വണ്ടി എന്ന് വേണേൽ പറയാം. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം ABS, എയർ ബാഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള, പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ടച്ച് സ്ക്രീൻ, അതൊക്കെ ഉള്ളൊരു വണ്ടി കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഗൈസ് പൊക്കിന്നാ തോന്നണേ. ഗൈസ് ഈ ബാബുവേട്ട ഓവറാക്കി ചളവാക്കിയതാ. ഈ സാധനങ്ങളൊന്നും ശരിക്കും ആക്സറി പെടുന്നതാണ്. നമ്മൾ ആക്സറി എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഫിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊക്കെ ഊരിയ വൃത്തിയേടാവും സത്യം പറഞ്ഞാൽ. കാര്യം ഇത് ഒട്ടിക്കുന്ന സാധനമല്ലേ, ഇതൊക്കെ ഒട്ടിക്കാണ്. മാറ്റ് ചിലപ്പോൾ എടുത്ത് മാറ്റുമായിരിക്കും, അറിയില്ല, നമുക്ക് നോക്കാം. ഈ വൈപ്പർ ഭയങ്കര ശോകമെന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഉള്ളതാണല്ലേ. അതൊക്കെ മാറ്റാം. LED ഹെഡ് ലാമ്പൊക്കെ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അതും പ്രൊജക്ടർ കൊള്ളാം. ഞാൻ ഇത് എന്തുകൊണ്ട് ഈ വണ്ടി എടുക്കുന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും ആദ്യത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് പയ്യെ നോക്കാം. ഫസ്റ്റ് ട്രൈ സൂപ്പർ. ഞാൻ 0.1 മീറ്റർ ഓടിച്ചു. കൊള്ളാം, നല്ല എക്സ്പീരിയൻസ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടി. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിരിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഓൺ ജിമ്മി. ഞാനും ബാബുവേട്ടൻ നോക്കി ബാബുവേട്ടൻ. അപ്പോൾ ഞങ്ങളെ ഫസ്റ്റ് ട്രിപ്പ് ജിമ്മിയിൽ പോകാൻ വേണ്ടിയാണ്. 650 കിലോമീറ്റർ ടു പാലക്കാട്. ഹോപ്പ്ഫുള്ളി അവിടെ നിൽക്കും, അല്ലെങ്കിൽ അവിടെ നേരെ കൊച്ചി. അതൊക്കെ നമുക്ക് എത്തുമ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് വിടാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഗൗതം. ഹീസ് ദ വൺ ഹൂ ഹെൽപ്പ് മീ. പുള്ളിയെയാണ് കോൺടാക്ട് ചെയ്തത്. പുള്ളിയാണ് വണ്ടി എനിക്ക് മാക്സിമം എല്ലാ സാധനങ്ങളും ചെയ്ത് നമ്മുടെ ആക്സസറീസ് ഒക്കെ കയറ്റി എല്ലാം ചെയ്തത്. സോ താങ്ക് യു സോ മച്ച് ഗൗതം. സി യു. ആൻഡ് അപ്പോൾ നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ ചെന്നൈയിൽ വണ്ടിയൊക്കെ എടുക്കണമെങ്കിൽ ഞാൻ ആളുടെ നമ്പർ കൊടുത്തേക്കാം. ആളുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. യു ഹാവ് മോർ 2023 വെഹിക്കിൾസ് ഓർ ഇറ്റ് സോൾഡ് ഔട്ട്? എല്ലാം സോൾഡ് ഔട്ട്. അപ്പോൾ സോറി, ഇനി വണ്ടി കിട്ടാൻ 2024 വണ്ടിയും കിട്ടാനില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇവരെങ്ങനെയൊക്കെ നമുക്ക് വണ്ടി കേരളത്തിലായാലും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വിടാം. അപ്പോൾ ഗായ്സ്, നമ്മളങ്ങനെ
പുതിയ ജിമ്മില് വേർത്ത് കുളിച്ച് റിച്ച് ലൈഫ് ഉള്ള പൈസ എല്ലാം പോയി ഗൈസ്. ലോണാണ് ലോൺ. അയ്യോ പാട്ട് ഇത് കോപ്പറേറ്റ്. അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ നമ്മൾ കഴിഞ്ഞു, ഡെലിവറി ഒക്കെ എടുത്തു. വണ്ടി കുറച്ചാൾ കിടന്നാണ്. നമ്മുടെ വിവേക് ജി പറഞ്ഞ പോലെ ഞാൻ മാരുതിനെ സഹായിച്ച് ബാക്കായി കിടക്കുന്ന വണ്ടി ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ജിമ്നി. ഓട്ടോമാറ്റിക് സത്യം ഇതൊക്കെ ഞാൻ കണ്ട്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, അതേ സ്വിച്ച്, ഇങ്ങനത്തെ ABS, 6 എയർ ബാഗ്, അയ്യോ 4 വീൽ ഡ്രൈവ്, ഇതേ കണ്ട ചെറിയ സാധനമൊക്കെ. നമുക്ക് പോവാം. ഈ പോണ വഴി എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ഇവിടെ ഒരു ആക്സിഡന്റ് ഒക്കെ ഒന്ന് കാണുന്ന കടവെല്ലാം ഉണ്ടെങ്കിൽ നോക്കാം. നമുക്ക് മാപ്പ് നോക്കണ്ടേ? നമ്മളപ്പോ തിരിച്ച് നമ്മുടെ കണക്ട് നിങ്ങളുടെ ഫോൺ ഉണ്ടല്ല? അല്ല എന്റെ ആണോ നിന്റെ അല്ല? അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ആരും കണക്ട് ആദ്യമായിട്ട് വണ്ടി വാങ്ങിച്ചിട്ടല്ല സ്വന്തമായിട്ട്. എന്താണ് സീറ്റ് ബെൽറ്റ് ചേട്ടന്റെ ഒക്കെ ലൈഫ് ശരിയാണ്. പോയി ചെന്നൈ പട്ടണം എനിക്കും കിട്ടണം ജിമിനിയും 4 വീൽ ഡ്രൈവും. അപ്പൊ ഗൈസ് നമ്മള് ചെന്നൈ പട്ടണത്തിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ജിമിനിയൊക്കെ ഡെലിവറി എടുത്തിട്ട്. അതെ, 543 കിലോമീറ്റർ ആണ് നമുക്ക് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ. ഒന്ന് കാണിക്കും വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയിലൂടെ നമുക്ക് ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടിട്ട് ഇപ്പൊ 543 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. 10 മണിക്കൂറാണ് കാണിച്ചേക്കുന്നത്. രാത്രി 12 മണിയാകുമ്പോൾ പാലക്കാട് എത്തേണ്ടതാണ്. ഇടയ്ക്ക് വെച്ച് നമുക്ക് മറ്റേ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞു. സൈദാപേട്ട് മെട്രോ, ഫേമസ് മെട്രോ കേട്ടോ. അപ്പൊ കൊച്ചി 4x4 വണ്ടിയൊക്കെ എടുത്ത് ഫസ്റ്റ് ഓഫ് റോഡ് എങ്ങോട്ടാ? നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക്, കൊച്ചിയിലൂടെ ഫസ്റ്റ് എടപ്പള്ളി പോയാൽ നമുക്ക് ആർട്ടിക്കുലേഷൻ ഒക്കെ അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് വണ്ടിയുടെ സസ്പെൻഷൻ അറിയാനാണ് കുണ്ടന്നൂർ പാലം ഉണ്ടാക്കി വെച്ചാണ്. ആ പാലത്തിൽ കയറിയാൽ നമുക്ക് വണ്ടിയുടെ സസ്പെൻഷൻ എത്ര നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റും. 4 വീൽ ഡ്രൈവ് വണ്ടിയുടെ ഫുൾ പെർഫോമൻസ് അറിയാനാണ് കേരളത്തിൽ ഇങ്ങനത്തെ റോഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നേരെ കേരളത്തിലേക്ക് പോകാം. അപ്പൊ ഫസ്റ്റ് പമ്പടി നമുക്ക് ഫുൾ ടാങ്ക് അടിക്കണോ? അടിക്കല്ലേ? അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിക്കാൻ പോവുകയാണ് ഗൈസ്. പെട്രോളിന്റെ വില 173. വില കുറവാണല്ലോ ഇവിടെ. വാവ്. 120 കിലോമീറ്ററിലാണ് നമ്മളെടുത്തത്. 5 കിലോമീറ്റർ ആയി. 125 കിലോമീറ്റർ അവർ യാർഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ഓടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഫോണൊക്കെ വെക്കാനുള്ള നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. ആരാ പറഞ്ഞ ഫോൺ വെക്കാൻ സ്പേസ് ഇല്ലാന്ന്? ഇത്ര നല്ല സ്പേസ് വേറെ കിട്ടും നിങ്ങൾക്ക്. കണ്ടോ ഇതെന്തോ ഒരു സാധനം, ആ നടുക്കുന്നതിനൊരു സുന വെച്ച അത് കളഞ്ഞ്. ഒരു ഫോൺ നന്നായിട്ട് വെക്കാം കേട്ടോ. 2 ഫോണുള്ളവർ ഇവിടെ തറയിൽ എവിടെയെങ്കിലും ഇടേണ്ടി വരും. പിന്നെ ബാക്കിലേക്ക് വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് 34.19 ലിറ്റർ 3443.95 കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൈലേജ് 0. ഇവിടെ നമുക്ക് ട്രിപ്പ് 0 ആക്കാം. എന്നിട്ട് അടുത്ത ഫുൾ ടാങ്ക് വരെ എത്ര മൈലേജ് നോക്കാം. എത്ര കിട്ടും? കമോൺ ഗസ്. 16. ഓക്കെ, നമ്മൾ 80 ആയിരിക്കും. പുതിയ വണ്ടിയാണ്, അപ്പോൾ പയ്യേക്ക് ഓടിക്കുള്ളൂ. എന്നാൽ ഗൂഗിൾ പേ പയ്യേക്ക് ഓടിക്കുള്ളൂ. അപ്പോൾ നോക്കാം, നമുക്ക് എത്ര കിട്ടും നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫാസ്ടാഗിലേക്ക് നമ്മൾ കയറുകയാണ്. നമ്മൾ ടിൻഡിവനം വഴിയാണ് പോണത്. പോണ്ടിച്ചേരി ചെന്നൈ റൂട്ടാണ്. അപ്പോൾ ആദ്യത്തെ ഫാസ്ടാഗ് നമ്മളിപ്പോൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഫാസ്ടാഗ് അവർ ഓൾറെഡി തരും. ഇതിൽ ഓൾറെഡി ഫാസ്ടാഗ് കൊട്ടിച്ചിട്ടുണ്ട്. അവരുടെ തന്നെ എന്തോ ഒരു ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഒരു ഫാസ്ടാഗാണ്. അപ്പോൾ നോക്കാം വർക്ക് ചെയ്യുമോ ഇല്ലയോന്ന്. ഇപ്പോഴാണ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ വിശ്വാസം. സോ ലെറ്റ്സ് സീ. യെസ്, ഹായ് സി. സാധനമൊന്നുമില്ല, വെറുതെ എടുത്ത് ഓടിച്ചിട്ട് പോകാം. ഫാസ്ടാഗ് സക്സസ്ഫുള്ളി ഫസ്റ്റ് ഫാസ്ടാഗ് നമ്മൾ കവർ ചെയ്തു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡാട്ടോ, നല്ല അടിപൊളി ഹൈവേ. ഫ്രണ്ടിലേക്ക് കണ്ട സൈഡിൽ അപ്പുറം ഇപ്പുറമൊക്കെ മലയും പിന്നെ 6 ലൈൻ ഹൈവേ ആണ്. നല്ല രസമുണ്ട്, പക്ഷെ അത്യാവശ്യം തിരക്കും ഉണ്ട്. അതേപോലെ നല്ല ബാബുവേട്ടൻ്റെ റെക്കമെൻഡേഷൻ ആണ്. ബാബുവേട്ടൻ ഈ വഴി പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനും ഈ വഴി ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഈ വഴി ട്രാവൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സമയം ഇപ്പോൾ 2:45. ഞങ്ങളൊരു 3-3:30 ആകുമ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തും. ഇപ്പോൾ നമ്മൾ ഏകദേശം 42 കിലോമീറ്റർ ടൗൺ വിട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-15 കിലോമീറ്റർ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴാണൊന്ന് തിരക്കൊക്കെ കുറഞ്ഞ് ഹൈവേയിലേക്ക് കയറിയത്. സോ ലെറ്റ്സ് ഗോ. ഇപ്പോൾ ഇതുവരെ എന്താ പറയുക, ജിമ്നി കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുട്ടി വണ്ടിയാണ്, ഭയങ്കര ചെറിയ വണ്ടിയാണ്, പക്ഷെ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള എൻ്റെ ഫസ്റ്റ് വണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ എക്സൈറ്റഡ് ആണ്. ഐ എം പ്രിറ്റി മച്ച് ഹാപ്പി. കാര്യം മോർ ദാൻ വാട്ട് ഐ എക്സ്പെക്റ്റഡ്. അതായത് എൻ്റെ ബ്രിയോ വെച്ച് നോക്കുവാണെങ്കിൽ ഇതിന് സൗണ്ട് സിസ്റ്റം ഒക്കെ മാറ്റണം എന്തായാലും. അപ്പോൾ ബ്രിയോ ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് കുറേ ഫീച്ചേഴ്സും മറ്റേ ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മത്താപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കൊള്ളാം. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാം. ഇനി ഫുഡ് കഴിക്കുമ്പോൾ കാണാം, നിർത്താം. ഫ്യൂവൽ ഇപ്പോഴും ഒരു കട്ട പോലും കുറഞ്ഞിട്ടില്ല. ബാബുട്ടൻ പറഞ്ഞത് 15 മൈലേജ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ലെറ്റ്സ് ഗോ.
ഉള്ള ഒരു കുഴപ്പം, കണ്ട വഴിയും കാട്ടിലൂടെയൊക്കെ പോകാൻ തോന്നും. വെറുതെ സൈഡിൽ കൂടെ വീടൂർ ഡാം, എന്ത് ഡാമാ? വീടൂർ ഡാം. ആ ഡാം കണ്ടു. ഡാം റോഡ് കണ്ടപ്പോ തന്നെ വലുതായിട്ട് ഇതില് ഡാം റോഡ് കണ്ടു. എന്നാ ഡാം റോഡ് കയറാം, എന്താ ഡാം എന്ന് കണ്ടിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചു. നമ്മള് ഡാമിന്റെ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവര് പോലീസുകാരുണ്ടായി, പുള്ളി പറഞ്ഞു ഇവിടം വരെ വണ്ടി പോകുള്ളൂ, ഇവിടെ ഗേറ്റ് ആണ്. അപ്പൊ ഇവിടെ പോലീസുകാരൊക്കെ ഉണ്ട്. എന്തോ ഡാമാണ്, എന്താണെന്നറിയില്ല. എന്തായാലും നമുക്ക് മേളിൽ എത്തിന്ന് തോന്നണം. ഇവിടെ നമ്മള് ഇവിടം വരെ വണ്ടി പോവുള്ളൂ, അതിന്റെ അപ്പുറം പോവില്ല. ഇതാണ് ഡാം. ഇത് കണ്ടോ? വാവ്, ദാറ്റ് ഈസ് അവർ ജിമിനി വീടൂർ ഡാം. ഇത് ഗേറ്റ് അടച്ചിട്ടേക്കാണ്, അങ്ങോട്ടേക്ക് പോവാൻ പറ്റില്ല. അവിടെ പോലീസ് ജീപ്പൊക്കെ ഉണ്ട്. അവിടെ ഒരു പോലീസ് ജീപ്പും അവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തോ സംഭവം നടക്കുന്നുണ്ട്. ഓ, അതായത് ഗണേശ് ചതുർത്ഥി കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ചായിരുന്നു എന്താ സംഭവം എന്ന്. ഗണേശ ചതുർത്ഥി കഴിഞ്ഞു, അപ്പൊ പ്രതിമ എല്ലാം ഇവിടെ കൊണ്ടുതന്നെ ഒഴിക്കണത്. അവിടെ കണ്ട, അതിനാണ് ഇവിടെ പോലീസുകാർ ഇരിക്കുന്നത്. ഇവിടെ വന്നിട്ടാണ് അവർ പ്രതിമകൾ ഈ കഴിയുമ്പോഴത്തേക്കും വെള്ളത്തിൽ കൊണ്ട് ഒഴുക്കി വിടുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് പ്രമാണിച്ചാണെന്ന് തോന്നുന്നു അവിടെ പോലീസുകാരും ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് കാണാം 2-3 പ്രതിമയൊക്കെ ആ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ തിരക്കും പോലീസുകാരൊക്കെ. സോ ദിസ് ഈസ് ദ കാർ. നമുക്ക് ഇതുവരെ ഓടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല കംഫർട്ടബിൾ ആണ്. ഞാനൊരു 90 വരെ 100 എത്തി. പക്ഷെ ആ ഒരു ലോ RPM കീപ്പ് ചെയ്ത് ഓടിക്കാനുള്ള ഒരു പരിപാടിയാണ്. ആൻഡ് ഇതിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഈ ആക്സസറീസ് കുറച്ചുണ്ട്. ഈ സാധനമൊക്കെ അതിൽ അവർ തന്നെ സെറ്റ് ചെയ്ത് അതെല്ലാം കൂടെ നമുക്കൊരു ഡിസ്കൗണ്ട് റേറ്റിൽ തന്നിട്ടുണ്ട് അവർ. സോ യാ, അപ്പോൾ അതൊക്കെ സെറ്റാണ്. വണ്ടി കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഈ നല്ല കളർ, ഭയങ്കര അട്രാക്റ്റീവ് കളർ കേട്ടോ. എനിക്ക് ഈ കളർ മാത്രമേ ഉണ്ടായുള്ളൂ. ലാസ്റ്റ് വണ്ടിയാണ് അവരിലുള്ളത്, അതായത് 2023 വണ്ടിയിൽ ലാസ്റ്റ് വണ്ടിയാണ്. അത് നമ്മളങ്ങ് എടുത്ത് നമ്മളിനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയും കൂടെ നോക്കണം. അപ്പോൾ നമുക്ക് പയ്യെ ഫുഡ് കഴിക്കാമല്ലേ? നല്ല വിശപ്പായി. സമയം 4 മണി കഴിഞ്ഞു. ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ ആ സ്ഥലം. ഈ ഹൈവേയിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ലൊരു സ്ഥലം കണ്ട് അപ്പം നിർത്തി കഴിച്ചോണം. പിന്നെ ഹൈവേ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വിജനമായ കുറേ സ്ഥലങ്ങളും. അപ്പോൾ കണ്ടോ ഞാൻ പറഞ്ഞത് വേഗം ഗണപതിയുടെ സ്റ്റാച്ചു കൊണ്ടുപോകണം, പ്രതിമ കൊണ്ടുപോകണാണ് വെള്ളത്തിലേക്ക് ഒഴുക്കി വിടാൻ. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു വെള്ളത്തിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. ഐ മീൻ ഗാർഡൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അത് നേരെ കയറ്റിയിട്ട് അതുവഴി എനിക്കൊന്ന് കളയുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഒരു സാധനം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു റിബൺ ഇത് കണ്ടോ? ഇത് കാണാനൊക്കെ ഭംഗിയാണ്, ഡെലിവറിയുടെ സമയത്തൊക്കെ അടിപൊളി. പക്ഷേ ഈ സാധനം കളഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ പാട് വരും. പൊടി തട്ടി മഴയൊക്കെ പെയ്താൽ ആ പൊടി അകത്ത് നിന്നിങ്ങനെ സ്ക്രാച്ച് ആവും മൊത്തം. അപ്പോൾ ഇത് ചിലപ്പോൾ ഈ പച്ച കളറും ഈ ബോഡിയിൽ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നൈസായിട്ട് ഊരിക്കളയാണ്. താങ്ക്സ് ടു പോപ്പുലർ, നല്ല അടിപൊളി ഡെലിവറി ആയിരുന്നു. പക്ഷേ ഈ സാധനം നമുക്ക് കുറച്ച് പണിയാണ്. ഇതാണ് എൻജിൻ്റെ അകത്ത്. ഓ, ഇവിടെ കുറേ സ്ഥലമുണ്ടല്ലോ. ഒരാൾ ചേച്ചി കിടത്താലേ ഇതിൻ്റെ അകത്ത്. ടർബോ സൂപ്പർ ചാർജർ എന്നുള്ള സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ. കൊള്ളാം എന്തായാലും. എക്സൈഡിൻ്റെ ബാറ്ററി നല്ല വെയിറ്റിന് കേട്ടോ. ബോണറ്റ് എന്തൊരു ടാസ്ക് ആണ്. സമാധാനം ഇല്ല കഴിക്കാൻ. അതെ, വേറൊരു പ്രതിമയും കൂടെ ഉണ്ട് ഇവിടെ. പൊക്കോളില്ല അവിടെ. ഹായ്, ഉള്ള കലിപ്പ കട്ട കലിപ്പൊക്കെ പിള്ളേർ ഹായ് പച്ച വണ്ടി പോണ പിടിക്കുന്നു. ഞാനല്ല. ഇതാണ് ഡാമിന്റെ സൈഡാട്ടോ ഈ മൊത്തം കാണുന്നത്, വീടൂർ ഡാം. അപ്പൊ ഇനി ഫുഡ് കഴിക്കാൻ പോകും. നല്ല വിശപ്പായി. ബാബോട്ട ഫൈൻഡ് മീ എ പ്ലേസ്. അതായത് ഇത് മറ്റേ വോയിസ് അസിസ്റ്റന്റ് കണ്ടത്, ഇങ്ങനെ ഞെക്കി പിടിക്കാം. പ്ലീസ് ഗെറ്റ് മീ എ റെസ്റ്റോറന്റ്. എങ്ങനെ ഇരിക്കണ് എന്താ? പൈസ എടുത്ത് വാങ്ങി ജിമിനി ഓഫായി, സൗകര്യം ഇല്ലാതെ പോവാ. അപ്പൊ നമുക്ക് തന്നെ കണ്ടുപിടിക്കാം, അതാണ് നല്ലത്. സോ നമ്മൾ ഒരു സൈഡിലൊരു കൃഷ്ണ ഭവൻ എന്നുള്ളൊരു കടയിൽ കയറി. ഇവിടെ കിട്ടണത് എന്താ ഇത്? പനിയാരം. അതായത് നമ്മളവിടെ കിട്ടുന്ന ചെറിയ അപ്പം ടൈപ്പ് ഓഫ് സാധനമാണ്. അതിൽ പനീറും ഇത് പനീർ അറിയാന്ന് തോന്നുന്നു. സാമ്പാറാണ്. പിന്നെ പനിയാരം എന്നാണ് പേര്. അപ്പൊ ഞാൻ പനീറാന്ന് വിചാരിച്ചു. ഇത് ഇവിടുന്ന് ചുമ്മാ വാങ്ങിയൊരു കിച്ചനാണ്. ഒരു നല്ലൊരു കത്തിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ സാമ്പാർ വട. അതായത് നല്ല ഹോട്ടലൊന്നും ഇല്ല കേട്ടോ. ഈ ഹൈവേയിൽ വരുമ്പോൾ കിട്ടിയ ഹോട്ടലിൽ കയറി അപ്പം കഴിച്ചോണം.
മുന്നോട്ട് പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് ഹോട്ടൽ കിട്ടില്ല, ഭയങ്കര പാടാണ്. തിണ്ടിവനം കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഹോട്ടൽ കിട്ടാൻ. അപ്പോൾ കിട്ടിയ ഹോട്ടലിൽ ഞങ്ങളിപ്പോൾ കയറി ഫുഡ് കഴിക്കുകയാണ്. ഞങ്ങൾ തപ്പാൻ തുടങ്ങിയത് 3:30-ക്കാണ്, ഇപ്പം 4:45 ഇപ്പോഴാണ് നമുക്ക് ഫുഡ് കിട്ടണേ. അതിനുണ്ട് പോകട്ടെ ഹൗസ് കാണുമ്പോൾ കൊതിയാണ്. വിശപ്പുള്ളതുകൊണ്ട് കൊള്ളാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളപ്പോൾ കഴിക്കട്ടെ. ചായയും കടിയും കഴിക്കാൻ ഇറങ്ങിയവരാ 4 സാമ്പാർ വട, ഒരു 3 മെതുവട, ഒരു പനിയാരം, 2 ജ്യൂസ്, ഒരു ബജ്ജി, ഇത്രയും സാധനങ്ങൾ കഴിച്ചിട്ട് ഉച്ചയ്ക്കത്തെ ഫുഡ് ആട്ടെ. ഞങ്ങളുടെ ഇവിടെ ഇതുവഴി വരുമ്പോൾ ഭയങ്കര പാടാണ് നമുക്ക് റെസ്റ്റോറൻറ്റ് കിട്ടാൻ. വണ്ടി ഇത് ഇവിടെ തിളങ്ങി കിടക്കുന്നുണ്ട്. കുറേ പ്രാണീനെ കടിച്ച് കൊന്നുണ്ട്. ഇനി ബാബുവേട്ടനാണ് വണ്ടി ഓടിക്കാൻ പോണത്. ഇതാണ് 3D മാറ്റ് കേട്ടോ. 3D മാറ്റ് കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. കറക്റ്റ് ആ ഷേപ്പിലൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ വലിയ ഫിനിഷൊന്നുമില്ല. മാരുതിയുടെ എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവർക്ക് കുറച്ചും കൂടെ ഫിനിഷിലൊക്കെ അതൊക്കെ കൊടുക്കായിരുന്നു. വണ്ടി ഫുൾ സാധനങ്ങളായി. വണ്ടിയിലും വയറിലും ഫുൾ സാധനങ്ങളായി. പയ്യെ ഇവിടെ നിന്ന് ഇട് വലിച്ചിടണമെന്നൊക്കെ എനിക്ക് ഉപദേശം ഉണ്ടായില്ലേ. ഗിയർ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ആദ്യം കുറച്ച് കഴിയുമ്പോ റെഡി ആവുന്ന തന്നെ പ്രതീക്ഷിക്കാൻ നമുക്ക്. ഓടി റെഡി ആവട്ടെ. അപ്പൊ പോവാം നമുക്ക്. ഇനിയും ചെളി വെറുതെ ചെളിയാവുന്നു. ഇപ്പൊ എടുത്തല്ലേ, ഇനി എടുത്തു. ഓൾറെഡി ഒരു ടയർ കയറിയല്ല. കട്ട ചെളി കേട്ടിട്ട് ചെളി കൂടെ കേട്ടിട്ടേന്നൊക്കെ. അപ്പൊ ഓക്കെ. അപ്പൊ നമുക്കിത് ഓൾമോസ്റ്റ് സമയം 5 മണി. ഞങ്ങൾ ഇറങ്ങുകയായി. നമുക്കിനി 400 കിലോമീറ്റർ ഉണ്ട്. പക്ക 7 മണിക്കൂറാണ് കാണിക്കണേ. ഇനി അടുത്ത സ്റ്റോപ്പ് നേരെ കോയമ്പത്തൂരാണ് പ്ലാൻ. ഹോപ്പ്ഫുള്ളി അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നിർത്തുമായിരിക്കും. ചായ കുടിക്കാനോ ഫോട്ടോ എടുക്കാനോ. അതെ, അങ്ങനെയൊക്കെ നിർത്തിയാലുള്ളൂ. അല്ലെങ്കിൽ നിർത്തണില്ല. ഇനി നിർത്താൻ പ്ലാനൊന്നുമില്ല. ഞങ്ങളങ്ങ് വിട്ടു കൊടുക്കണേണ്. ഓക്കെ. ഓക്കെ. സോ നമ്മളിപ്പോൾ സേലം എത്തിയിട്ടുണ്ട്. ഞങ്ങളിവിടെ ജസ്റ്റ് ഒരു ശരവണഭവൻ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്. ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങി കാണിച്ചു തരാം. നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ശരവണഭവൻ. നമ്മുടെ പണ്ട് സേലം ഇത് ഹൈവേ ഇപ്പോഴാണ് ആ പാലം വന്നത്. അപ്പോൾ അതല്ലാണ്ട് ഇവിടെ നമ്മുടെ ശരവണഭവൻ ഉണ്ട്. ഭയങ്കര ഫേമസ് ആണ്. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ റൂട്ടിൽ വന്ന എല്ലാവരും ഈ വഴിയാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തിയിട്ടാണ് നമ്മൾ ഇത് ഇപ്പൊ എനിക്ക് ഡിസ്കൗണ്ടിൽ കിട്ടിയത്. ഇപ്പൊ എടുത്തിട്ട് വന്ന് ഫ്രം ചെന്നൈ കമ്മി. ചെന്നൈക്ക് എടുത്തിട്ട് തിരുമ്പി കേരള പോകും. விளம்பரம் பண்ணிட்டாங்க. ஒரு சிலர் எடுத்துக்கல. ஆனா நல்லா இருக்கு. ஜம்முன்னு. இது இப்ப ஸ்டாக் இல்ல. அப்படிங்க. லாஸ்ட் फ्रॉम சென்னை. லாங் இது நல்லா இருக்கா சார்? லாங் சூப்பர் கம்ஃபர்ட்டபிள். மைலேஜ் எவ்வளவு சார்? மைலேஜ் இப்போ இதுக்கு மைலேஜ் 14.5. நல்ல மைலேஜ் இருக்கு. நல்ல மைலேஜ் தான். வண்டி நல்லா கரடுமோ ஹில்ஸ்லாம் அருமையா போலாம். ரொம்ப பாருங்க. அதுதான். பிரைஸ் என்ன? பிரைஸ் 13.5. 13.5 ஆன் ரோட். ஓகே சார். சூப்பரா இருக்கு. கலர் நல்லா இருக்கு. थैंक यू. நல்லா இருக்கு. நாங்க போறப்ப பார்த்தோம். யார் வண்டி ஓனர்னு தெரியல. சரி நீங்க பேசிட்டீங்களா? அதுக்கு தான். ஓகே சார். थैंक यू. ഓ ഷോ ബാബേട്ടാ, വണ്ടിയുടെ ഒരു പോക്കേ. എന്താണ് എവിടെ പോയി? സുഖണ്ടോ? ഇവിടെ നമ്മൾ കഴിക്കണം. ചായ കുടിക്കാൻ നിർത്തിയാട്ടാ. 2 പ്ലേറ്റ് പാനിപ്പൂരി അടിച്ചു കയറ്റിട്ടാ വന്നിരിക്കണേ. എവിടെ നിർത്തിയാലും ഒരു ലോഡ് ഫുഡ് അടിച്ചു കയറ്റിണ്ട്.
ഒന്നുമില്ല, ചുമ്മാ ഒരു കോഫി കുടിക്കാൻ ഒന്ന് റീഫ്രഷ് ആവാന്ന് പറഞ്ഞതാ ഇപ്പതേ. വണ്ടി ഓടിച്ച് കളയുന്ന കാലറി ഒക്കെ തിരിച്ച്. അതെ, വെരി ട്രൂ, വെരി ട്രൂ. അപ്പൊ നമ്മളെ പരിപാടി ഇന്നത്തെ നമ്മൾ സേലെത്തി. ഇവിടുന്ന് ജസ്റ്റ് ഒരു 2 കാപ്പിയും പനിപ്പുരിയൊക്കെ കഴിച്ച് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് നമുക്ക് 200 കിലോമീറ്റർ പാലക്കാട്. ഞാൻ ഇന്ന് ബാബുവേട്ടന്റെ വീട്ടിലാണ് സ്റ്റേ. അവിടം വരെ എത്തുമ്പോഴത്തേക്കും ഒരു ഏകദേശം 12 മണി ആവില്ല. ഇപ്പൊ തന്നെ 9 മണിയായി. അപ്പൊ 12 മണിയാവും. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോൾ ടയർഡ് ആവും. അപ്പോൾ എന്തായാലും 12 രാത്രി ഓടിക്കണമെന്ന് വെച്ചാൽ രാവിലെ ഒരു 6 മണിക്ക് എഴുന്നേറ്റ് പോയാൽ 2-2.5 മണിക്കൂറിൽ ഞാൻ വീടെത്തും. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. യെസ്, ദാറ്റ് ഇസ് അവർ പ്ലാൻ. അപ്പോൾ നമുക്ക് പയ്യെ വിടാം. ഇതുവരെ വണ്ടി അടിപൊളിയാണ്. മൈലേജ് 14.5, ആവറേജ് ഫ്യൂൽ എക്കണോമി. നമ്മൾ 80-100 പോയിട്ടില്ല. 80-100 ആണ് നമ്മൾ സ്പീഡ് കീപ്പ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് 367 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഫുൾ ടാങ്ക് അല്ല, 4 കട്ടയും കൂടെ ഉണ്ട്. അത് ഹാഫ് ടാങ്ക് തൊട്ട് താഴെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കോയമ്പത്തൂരൊക്കെ എത്തിയിട്ട് നമുക്കൊരു ഫുൾ ടാങ്ക് ഓടിക്കാം. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ വിലക്കുറവാണ്, 100 രൂപയുള്ളൂ ലിറ്ററിന്. നമ്മുടെ നാട്ടിൽ 105 ആണ്, 5 രൂപ വ്യത്യാസമുണ്ട്. അപ്പോൾ ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു 10-500 രൂപയുടെ വ്യത്യാസം നമുക്ക് ചിലപ്പോൾ കിട്ടും. അപ്പോൾ പോവാം നമ്മുടെ പരിപാടി. അപ്പോൾ ജിമ്നി ഇതുവരെ കംഫർട്ടബിൾ ആണ്, ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം കൊണ്ടും അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ പോവാം ഗൈസ്. അപ്പം നമ്മളങ്ങനെ കോയമ്പത്തൂർ എത്തിയപ്പോഴത്തേക്കും 492 കിലോമീറ്ററായി ഫുൾ ടാങ്ക് അടിച്ചിട്ട്. ഫുൾ ടാങ്ക് 492 കിലോമീറ്റർ ഓടി. ഫ്യൂൽ എക്കണോമി 14.4 ആണ് കാണിക്കുന്നത്. ഇപ്പോഴാണ് റിസർവിലേക്ക് ആയത്. നമ്മൾ അടുത്ത ഫുൾ ടാങ്ക് അടിക്കണേണ് 14.6. കറക്റ്റ് ആട്ടോ മൈലേജ് 14.68 കിട്ടിയ മൈലേജ്. യെസ്, ഇതിൽ കാണിക്കുന്നത് 14.4. ഓൾമോസ്റ്റ് കറക്റ്റ് മൈലേജ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മൈലേജ് വണ്ടിയുടെ. ഫസ്റ്റ് സർവീസ് ഒന്നും ആയിട്ടില്ല, ഇനീഷ്യൽ മൈലേജ് ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഇനീഷ്യൽ മൈലേജ് 14.6 നമുക്ക് കിട്ടിയിട്ടുണ്ട് വണ്ടിക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ അടിച്ച ലിറ്റർ. ഇവിടെ 101 കേട്ടോ, 1 രൂപ കൂടി. 101.23 ഇവിടുത്തെ റേറ്റ്. അപ്പോൾ ഞാൻ പൈസ കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് B0 ആക്കാം. നോക്കാം ഇനി എത്ര ഓടും. കേരളത്തിൽ കയറിയപ്പോ മുതലേ ഇവര് നമ്മുടെ ഓർമ്മ നമുക്കിങ്ങനെ ബ്ലോക്ക് വന്ന് KL09 AJ7171. എവിടത്തെ വണ്ടിയാന്ന് അറിയില്ല. പാലക്കാടല്ലേ പോട്ടത്? പാലക്കാട് വണ്ടി ഫുൾ ഒടിന്ന് വെച്ചാ ഒടി, വന്നൊടി. ഇതേ കയ്യും കാലൊക്കെ കാണിക്കണം. ഇത്ര നേരം മിഡിൽ ഫിംഗർ ആയിരുന്നു, ഇപ്പൊ കയ്യും കാലൊക്കെ ഓക്കെ അല്ലേ? കില്ലാടി തന്നെ. നമ്മൾ അങ്ങനെ ബാബുവിൻ്റെ വീട്ടിലെത്തി. ഇന്നലെ എത്തിയപ്പോൾ 1 മണിയായി. വണ്ടി ഇവിടെ സേഫായിട്ട് അങ്ങനെ കേരളം കയറി. ഇനി ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ പോകണം. ബാബുവേട്ടൻ ഇവിടം വരെ എൻ്റെ ഒപ്പം ഉറക്കം കൂടെ നിന്ന് ഉറക്കം മുളച്ച് അങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ വണ്ടി തിരിച്ചെത്തി. ഇനി ഞാൻ ഇവിടെ നേരെ കേരളത്തിലേക്ക്. എനിക്ക് ഇവിടെ നിന്ന് 150 കിലോമീറ്റർ ഉണ്ടാവില്ലേ? 160 കിലോമീറ്റർ ടു എറണാകുളം. അപ്പോൾ അതായിരിക്കും ഇനി അങ്ങോട്ട് നമ്മൾ സ്ഥിരം കാണുന്ന വഴിയൊക്കെയാണ്. അപ്പോൾ ഇതുവരെ ഞാൻ ഹാപ്പിയാണ്. മൈലേജും കാര്യങ്ങളൊക്കെ കണ്ടു. വണ്ടി എങ്ങനെയുണ്ട് അവിടെ? വണ്ടി സൂപ്പർ ഹാപ്പി. അതെ, അവിടെ ഓൾറെഡി കുറേ ഓടിച്ചിട്ടുള്ളതാണ് വണ്ടി. ഓട്ടോമാറ്റിക് ആയിരുന്നു. അതെ, ഓട്ടോമാറ്റിക്. മാനുവൽ ഓടിച്ചിട്ട് മാനുവൽ ഇഷ്ടമായി. മാനുവൽ ഇതിന് മുന്നേ ഓടിച്ചാൽ പാടില്ല. മുമ്പേ ആയിരുന്നു കട്ട ട്രാഫിക്കിൽ. അന്ന് ഞാൻ വിചാരിച്ചു ഇതൊക്കെ എങ്ങനെ ഓടിച്ചിറങ്ങും. പക്ഷെ ഇന്നലെ പുത്തൻ വണ്ടി ഓടിച്ചുകൊണ്ടല്ലോ, മനസ്സിലായി. സെറ്റാണ്. നമുക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ നന്നായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം.
സോ നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലെത്തി. നമ്മുടെ ആലുവ എത്താറായി. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് റൈഡ് വിത്ത് ജിംനി. അടിപൊളി മൈലേജ് 14 മുതൽ 14.5 വരെയാണ് മൈലേജ് കിട്ടിയേക്കുന്നത്. നമ്മുടെ സ്പീഡ് 80 to 100 റേഞ്ച് ആയിരുന്നു. അതിന് മേളിലേക്ക് പോയിട്ടില്ല. ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു 110 എന്തോ എത്തിയായിരുന്നു. ബട്ട് ഓൺലി വൺസ്. അപ്പോൾ ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. കംഫർട്ട് വൈസും കൊള്ളാം. അങ്ങനെ വലിയ ക്ഷീണമൊന്നുമില്ല. കുറച്ച് നേരം ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അതും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ബ്ലോക്കും കാര്യങ്ങളിലൊക്കെ ഓടിക്കണം. സ്റ്റിയറിംഗ് കുറച്ച് ലാഗൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. വണ്ടിയുടെ കേപ്പബിലിറ്റി ഇവിടെ എല്ലാ റോട്ടിലെല്ലാം എന്നറിയാം. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ജിമ്മിൽ എടുത്തെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ ഓൾറെഡി ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പയ്യെ അറിയാം. നമ്മൾ വണ്ടിയിൽ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഓരോരോ ചെറിയ മോഡിഫിക്കേഷൻസ് നമുക്ക് പെർഫോമൻസും ഹാൻഡ്ലിങ്ങും അങ്ങനെ വണ്ടിക്ക് ഗുണമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ കുറച്ച് അടിപൊളിയാക്കും. എന്തായാലും ഭാവിയിൽ ഇനിയും നമ്മുടെ വണ്ടികൾ ഇനിയും ഇതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അതുകൂടാണ്ട് നമ്മുടെ ബ്രയോ ഇപ്പോൾ കൊടുക്കാൻ പ്ലാനൊന്നുമില്ല. കാര്യം അത് ഞാൻ അതുമാതിരി പണിത് വെച്ചേക്കണാണ്. എനിക്ക് ഭയങ്കര എന്താ പറയുക അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. എൻ്റെ ഫസ്റ്റ് വണ്ടി എനിക്ക് എന്താ പറയുക ഓടിക്കാൻ പഠിച്ചതും ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് എടുത്ത ഒരു വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിലാണ് ഓടിക്കാൻ പഠിച്ചതും എല്ലാ ട്രിപ്പും കാര്യങ്ങളും എല്ലാം ചെയ്തത്. അപ്പോൾ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. വണ്ടി അതുപോലെ ഞാൻ പണിതിട്ടുമുണ്ട്. അപ്പോൾ അത് ഞാൻ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അറിയില്ല. പക്ഷെ ഇപ്പം എന്തായാലും കൊടുക്കാൻ ഇങ്ങനെ പ്ലാൻ ഇട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു പ്ലാന് ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതായിരുന്നു നമ്മുടെ ജിംനിയിലെ ഫസ്റ്റ് ട്രിപ്പ്. ഇനി നമുക്ക് വേറെയും ഒരു മിനിറ്റ് സോറി കേട്ടോ. ഇനി നമുക്ക് വേറെയും ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ പോവാം. ചെറിയ ഓഫ് റോഡും കാര്യങ്ങളും. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ സർപ്രൈസ് കൊടുത്തു. എല്ലാവർക്കും സർപ്രൈസ് ആയിപ്പോയി. ആരും പ്രതീക്ഷിച്ചില്ല നമ്മളിങ്ങനെ പെട്ടെന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. കാര്യം എല്ലാവരും എൻ്റെ ഓരോരോ പുതിയ വണ്ടികളൊക്കെ കാണാറുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കണ കമ്പനി തൽക്കാലത്തേക്ക് കൊടുത്തേക്കണ ഒരു വണ്ടിയാണ്. ജസ്റ്റ് എന്താ പറയുക വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ കിട്ടിയും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കൊണ്ടു ചെല്ലാൻ പോണ എൻ്റെ സ്വന്തം വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവർ സർപ്രൈസൊക്കെ ആയി. കുറച്ച് നേരം ആട്ടി തുപ്പി. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതായിരുന്നു നമ്മുടെ ജിമ്മിയുടെ ഫസ്റ്റ് നമ്മുടെ റൈഡ് അല്ലെങ്കിൽ ഡ്രൈവ് വിത്ത് ജിംനി. നമ്മൾ വണ്ടി എടുത്തിട്ട് വന്ന് തന്നെയായിരുന്നു നമ്മുടെ ആദ്യത്തെ ഡ്രൈവും. ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് വീഡിയോയും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം. സോ ഈ സ്ഥലത്ത് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നത്. സോ ഡോണ്ട് ഫൈറ്റ് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലേക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ. പെട്രോളിംഗ് ഗ്യാസ് സോറിയാ കിള്ളാടി ടൈം